പോയിന്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പം ഈ സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എവിടെയാണെന്ന്? എൻ്റെ എല്ലാ വീഡിയോയും കണ്ടിട്ടുള്ളവർക്ക് ഇതെവിടെയാണെന്ന് മനസ്സിലാവും. പക്ഷെ എന്നാലും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോയുടെ ബാക്കി രണ്ടാമത്തെ ഭാഗമാണിത്. അന്ന് കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും, അന്ന് നമ്മളിവിടെ കൃഷിയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാണ് ഇതെവിടെയാണെന്ന്. വർക്കല പാളയംകുന്ന് ഏരിയ ആണിത്. ജദീദ് മൻസിലിലെ മൻസൂർ കാക്കയുടെ കൃഷിത്തോട്ടവും, മൻസൂർ കാക്ക മാത്രമല്ല മൻസൂർ കാക്കയുടെ സുഹൃത്തുമായ പേരെന്താ, വിജയകുമാർ അണ്ണനും കൂടി കഠിനാധ്വാനം ചെയ്ത് ഈ കൃഷിസ്ഥലം ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. അത് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞിട്ട് 7-8 മാസമായി. അപ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ തഴച്ചു വളർന്ന് കൊലയെല്ലാം കൊലച്ച് വെട്ടാറായി നല്ല പരുവത്തിനായി നിൽക്കുകയാണ്. അത് ഏത് രീതിയിലാണ് ഇത്രയും എത്തിച്ചതെന്നുള്ളത് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് മൻസൂറിനോട് സംസാരിക്കാം. ഓക്കെ, ബൈ, ഫോളോ മീ. എന്താണ് പറയാനുള്ളത്? അപ്പം മൻസൂറിനും പറഞ്ഞേ, എന്തൊക്കെയാണ് ഇത്രയും മാസത്തിന് ശേഷമുള്ള വിശേഷങ്ങൾ എൻ്റെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമോ? ഇത് ഇപ്പോൾ നമ്മളൊരു 8 മാസമായല്ലേ ഇതിൻ്റെ ഫസ്റ്റ്? അതെ അതെ, നട്ട ആ സമയത്തല്ലേ വന്ന് എടുത്തത്? അതെ അതെ, 2-3 ഇല വന്ന സമയത്താണ് എടുക്കുന്നത്. അതെ. ഇപ്പോൾ ഒരു 8 മാസം കഴിഞ്ഞ് ഇപ്പോൾ കൊലയെല്ലാം നിരന്ന് കുറേയൊക്കെ വിളഞ്ഞിട്ടുണ്ട്. ആദ്യം വീണ കൊലയെല്ലാം വിളഞ്ഞ് അത് വെട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊന്ന് വെട്ടയാണ് കുറച്ച് കൊലകൾ, അല്ലെങ്കിൽ നിന്നിട്ട് ചിലത് പഴുക്കും, പിന്നെ കിളിയൊക്കെ കൊത്തിയില്ലാതായിക്കളും. ഒരുപാട് ബുദ്ധിമുട്ടി നമ്മൾ മരുന്നടിക്കലെന്ന് പറഞ്ഞാൽ കെമിക്കലൊന്നും അടിക്കത്തില്ല, അല്ലാതുള്ള കീടനാശിനികൾ, ജൈവപരമായിട്ടുള്ള കീടനാശിനികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോപ്പ് വക, മറ്റേ വേപ്പെണ്ണ അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ കീടങ്ങൾക്ക് നമ്മൾ മരുന്നെടുക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് കുറേ ഒന്നും കേടാവാതെയൊക്കെ കിട്ടി, കുഴപ്പമില്ല. ഇനിയിപ്പോൾ മഴയും കൃത്യമായിട്ട് കിട്ടിയായിരുന്നു. ഇവിടെ ഒരു കുഴപ്പമൊന്നുമില്ല, കണ്ടില്ലേ, വലിയ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല ഇതുവരെ. അപ്പം ഇച്ചിരി വില ഡിമായി നിൽക്കുകയാണ്, അതിൻ്റെ ഒരു പ്രശ്നത്തിലാണ്. നമ്മളിപ്പോൾ കുറച്ചേ വെട്ടുന്നുള്ളൂ. അത്യാവശ്യം നല്ല വിളഞ്ഞത് മാത്രം വെട്ടിയിട്ട് വില ഒന്ന് സ്റ്റഡി ആയതിനു ശേഷം ഇനി അടുത്ത വെട്ടുന്നുള്ളൂ. അത് ശരി. അപ്പം കുറേശ്ശെ ഓർഡർ അനുസരിച്ച് കുറേശ്ശെ വെട്ടി കൊടുക്കും അല്ലേ? കടയിൽ ചെന്ന് ചോദിക്കും, 5 കൊല 10 കൊല അങ്ങനെ അവർ എണ്ണം പറയുന്നതിനനുസരിച്ച് വെട്ടിക്കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ ആദ്യത്തെ സ്റ്റാർട്ട് ഇന്നോട്ട് തുടങ്ങിയാണ്. അപ്പം ഞാൻ അന്ന് തന്നെ വന്നത് നന്നായല്ലേ? വെച്ച വാഴ എല്ലാം കൊലച്ചോ? വെച്ച വാഴകളെല്ലാം ആയിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു 1200 മൂടോളം വെച്ചാൽ ഇതിലെല്ലാം കൂടെ ഒരു 10-25 എണ്ണമൊക്കെ കിളിക്കാതെ 1200ഓളം മൂടുണ്ട്. അപ്പം അതില് ഇപ്പം പരുവായിട്ടുള്ളത് കുറച്ചല്ലേ ഉള്ളൂ, ഇനി പരുവാകാനുണ്ടല്ലേ? വെട്ടുന്നെങ്കിൽ ഒരു 10-100 എണ്ണം വെട്ടാറായ നിശ്ചയാണ്. നമ്മളിപ്പോ ഒരു 10-25 എണ്ണമൊക്കെ വെട്ടുന്നത്. അത് ശരി. ബാക്കി ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടൊക്കെ കാര്യം. തമിഴ് കൊല ഒരുപാട് വരുന്നുണ്ട്. അത് ശരി. അത് വളരെ റേറ്റ് കുറവാണ്. അപ്പം നാടൻ കൊല എന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. അപ്പോഴിനി നമുക്ക് എന്താണ് ലാഭം എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ മാർക്കറ്റ് എങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ലാഭപ്രതീക്ഷയൊന്നും ഇല്ല. എന്നാലും നമ്മൾ അടുത്തതിന് നമ്മൾ തളരുന്നില്ല. അടുത്തതിന് ഇതിൻ്റെ മെയിൻ കന്ന് നിർത്തി അതിനെ പരിപാലിച്ചും കിടക്കും. അത് ശരി. അടുത്ത കന്ന് ഇതുപോലെ വീണ്ടും റിപ്പീറ്റ് കൃഷി ചെയ്തോണ്ടിരിക്കും അല്ലേ? കൃഷി ചെയ്തോണ്ടിരിക്കും. ഇതിൽ ഒരു വലിയ കന്ന് ഉണ്ടാവും, അതിന് ഉണ്ടാകാൻ നിൽക്കുന്നില്ല. അതേപോലെ 2 സൈഡിൽ 2 എണ്ണം നിൽക്കുന്നില്ല. അത് ശരി. ഇങ്ങനെ നിൽക്കുന്നതിന് ബാക്കി പരിപാലിച്ചെടുക്കും. അപ്പൊ ഇത് തുടർന്ന് കൃഷി ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അപ്പൊ ലാഭം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ പിന്നെ അറിയിക്കുന്നുണ്ട്. മൊത്തം വെട്ടിയതിനു ശേഷം നമ്മള് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അത് ശരിയാണ്. ലേബർ ചാർജും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ എത്ര രൂപ ചെലവായി ഇത് ഫുള്ള് ഇങ്ങനെ കൃഷി ചെയ്ത്? ഒരുപാട് പൈസ ചെലവായി. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കിടന്നതല്ല, ഇത് വളരെ തരിശായിട്ട് കാടൊക്കെ കയറി കിടന്നതാണ്. നമ്മള് ഇത് കിളച്ച് ചാലൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഇങ്ങനെ കോരിയൊക്കെ വന്നപ്പോൾ അതിന് ഒരുപാട് ചിലവായി. എന്നാലും ഏകദേശം ഒരു ഉദ്ദേശം 2 രൂപയ്ക്ക് അടുത്ത് 2 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് 2 ലക്ഷം രൂപ ചിലവ് വന്നിട്ടുണ്ട്. അപ്പം
ലാഭം കുറച്ചും കൂടി കിട്ടിയാൽ ഭാഗ്യം. അതെ, ഇത്തവണ നമുക്ക് ലേബർ ചാർജ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, ലാഭം പ്രതീക്ഷിക്കുന്നില്ല. ലാഭം അടുത്ത വിളവെടുപ്പിനാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ മൻസൂറിനെ എല്ലാവരും പ്രോത്സാഹനം കൊടുക്കണം. ഏരിയ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് കൊലകൾ ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഏത്തനുണ്ട്, റോബസ്റ്റ് ഉണ്ട്, ഞാലിപ്പൂവനുണ്ട്, പാളയന്തോടനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. വീടുകളിൽ കൊണ്ടുവന്ന് ഓക്കെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. വീട്ടിൽ എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും കൊല വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബായ്. അപ്പം പറഞ്ഞ പോലെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആരും കാണാൻ മറക്കരുത്. ബായ്.